നിങ്ങളൊരു ഭൂലോക തോൽവിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലപ്പം ചുറ്റും നിൽക്കുന്ന ചിലരൊക്കെ പറഞ്ഞിട്ടും കാണും താനൊരു ഭൂലോക തോൽവിയാന്ന്. കാര്യമായിട്ടോ പോട്ടെ. നമുക്ക് പറ്റിയ ഒരാളുടെ കാര്യം ഞാൻ പറയാം. അത് വലിയൊരു ശാസ്ത്രജ്ഞനാണ്. പേര് തോമസ് ആൽവ എഡിസൺ. 1000-ഓളം പേറ്റന്റുകളുള്ള മനുഷ്യൻ, വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കാനായിട്ട്, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം കൂട്ടാളികളും ചേർന്ന് 6000-ഓളം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ പരീക്ഷണവും പരാജയപ്പെടുമ്പോൾ അദ്ദേഹം ദുഃഖിച്ചിരിക്കാതെ വീണ്ടും അടുത്ത പരീക്ഷണം നടത്തി. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുകയാണ്, ഓരോ പരീക്ഷണം കഴിയുമ്പോൾ അയാൾ പറയുകയാണ്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ഫൗണ്ട് 10,000 ways that won't work. ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ 10,000 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ ഇത് വർക്കൗട്ട് ആകില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതൊരു കണ്ടുപിടുത്തമായിട്ട് അയാൾ പറയുകയാണ്. പ്രിയം നിറഞ്ഞവരെ, നമ്മളൊരു പരാജയമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളൊരു പരാജയമല്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പരാജയങ്ങൾ പറ്റാം, പക്ഷേ നമ്മൾ ഒരു പരാജയമല്ല. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസാണ്. അത് നമ്മൾ പണ്ടുതൊട്ട് കേട്ടിട്ടുള്ള ഒരു പഴമൊഴി കൂടിയാണല്ലോ, എവരി ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അങ്ങനെ വിജയത്തിൻ്റെ പടി കയറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ പടിയിലേക്ക് നമുക്കറിയാം, പലകുറി വീഴുമ്പോഴാണല്ലോ നടക്കാൻ പഠിക്കുക. എന്നാൽ പിന്നെ വീണ് കഴിഞ്ഞെങ്കിൽ നടന്നു തുടങ്ങിയാലോ? ഓൺ യുവർ മാർക്ക്, റെഡി.